നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 3861 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിലെ രോഗികളിൽ 5162 പേർ സുഖം പ്രാപിച്ചു. ചികിത്സയിലുള്ളവരിൽ ഒരാൾ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം 6,91,125 രോഗമുക്തരുടെ എണ്ണം 6,44,730 ആകെ മരണസംഖ്യ 8,941 ആകെ 37,454 കോവിഡ് ബാധിതരാണ് രാജ്യത്താകെ ചികിത്സയിലുള്ളത്. ഇതിൽ 981 പേരാണ് ഗുരുതര നിലയിൽ. ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ്. കുവൈറ്റിൽ 6,436 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5,658 പേർ രോഗമുക്തി നേടി. 2 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ കോവിഡ് മരണം 2,499 ആയിരിക്കുന്നു. 36,300 പേർക്ക് കൂടി പരിശോധന നടത്തിയപ്പോൾ 17.7% പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 482 പേർ കോവിഡ് വാർഡുകളിലും 90 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും ചികിത്സയിലാണ്. 52,467 ആക്റ്റീവ് കോവിഡ് കേസുകൾ. രോഗവ്യാപനം തടയാൻ എല്ലാവരും ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും രോഗലക്ഷണമുള്ളവർ മറ്റുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കണമെന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദി 37,454, ബഹ്റൈൻ 44,169, ഖത്തർ 20,944, UAE 66,731, ഒമാൻ 21,276 എന്നിങ്ങനെയാണ് മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ ആക്റ്റീവ് കോവിഡ് കേസുകൾ. UAEയിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് സുരക്ഷയേകാൻ പ്രഖ്യാപിച്ച പുതിയ തൊഴിൽ നിയമം ബുധനാഴ്ച പ്രാബല്യത്തിൽ വരും. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ കഴിഞ്ഞ വർഷമാണ് പുതിയ നിയമം പ്രഖ്യാപിച്ചത്. സഹപ്രവർത്തകർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ നടത്തുന്ന ബലപ്രയോഗം, ഭീഷണിപ്പെടുത്തൽ, ലൈംഗിക പീഡനം, ഔദ്യോഗിക രേഖകൾ പിടിച്ചെടുക്കൽ എന്നിവയെല്ലാം നിയമം തടയുന്നു. ഫുൾ ടൈം, പാർട്ട് ടൈം ഉൾപ്പെടെ എല്ലാത്തരം ജീവനക്കാർക്കും പുതിയ നിയമം ബാധകമാണ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരുടെ വാർഷികാവധി മരവിപ്പിച്ചത് നീട്ടി. ഫെബ്രുവരി അവസാനം വരെയാണ് നീട്ടിയിരിക്കുന്നത്. ഡിസംബർ 26 മുതൽ ജനുവരി 31 വരെ കാലയളവിൽ ആർക്കും അവധി നൽകേണ്ടെന്നാണ് നേരത്തെ തീരുമാനിച്ചത്. ഇതാണ് ഫെബ്രുവരി അവസാനം വരെ നീട്ടിയിരിക്കുന്നത്. കുവൈറ്റിൽ കോവിഡ് കേസുകൾ കൂടുകയും ഒമിക്രോൺ വകഭേദം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനവുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുസ്തഫ റിദയാണ് അവധി ഫെബ്രുവരി അവസാനത്തിലേക്ക് നീട്ടിയ കാര്യം സർക്കുലറിലൂടെ അറിയിച്ചത്. എക്സ്പോ സന്ദർശകരുടെ എണ്ണം 1.16 കോടി കഴിഞ്ഞതായി സംഘാടകർ അറിയിച്ചു. ഒക്ടോബർ 1 തുടങ്ങിയ മേളയിൽ തിങ്കൾ വരെ 1,16,82,040 പേരെത്തി. അടുത്ത മാസം 31 വരെയുള്ള എക്സ്പോയിൽ 2.5 കോടിയോളം സന്ദർശകരെത്തുമെന്നാണ് പ്രതീക്ഷ. DSF, പുതുവത്സരാഘോഷം എന്നിവയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാപരിപാടികൾ ഒട്ടേറെ പേരെ ആകർഷിച്ചിരുന്നു. AR റഹ്മാൻ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ എത്തിയിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ സന്ദർശകർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ 72 മണിക്കൂറിനകമുള്ള PCR നെഗറ്റീവ് റിപ്പോർട്ടോ കാണിക്കണം. ബിരുദമില്ലാത്ത 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് ഇൻഷുറൻസ് തുക 503.5 കുവൈറ്റ് ദിനാറായി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിശ്ചയിച്ചു. ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്കുള്ള 2.5 ദിനാറും ഓഫീസ് ജോലികൾക്കും മറ്റുമുള്ള സർവീസ് ചാർജായ 1 ദിനാറും അടക്കം ആകെ ഇൻഷുറൻസ് തുക 503.5 ആയിരിക്കും. പോളിസിയിലെ മൊത്തം വാർഷിക ചികിത്സാ ചിലവ് 10,000 ദിനാറാണ്. അതേസമയം ആശുപത്രിക്കുള്ളിലെ ചികിത്സയ്ക്കും താമസത്തിനുമുള്ള പരമാവധി ആനുകൂല്യം 8,000 ദിനാറായിരിക്കും. കൂടാതെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് 1,500 ദിനാറും സാധാരണ ദന്ത ചികിത്സയ്ക്ക് 500 ദിനാറുമാണ് പരമാവധി ആനുകൂല്യമായി ലഭിക്കുക. സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികളുടെ തൊഴിൽ പരിജ്ഞാനവും നൈപുണ്യങ്ങളും ഉറപ്പുവരുത്താനുള്ള പ്രൊഫഷണൽ വെരിഫിക്കേഷൻ പ്രോഗ്രാം യോഗ്യതാ പരീക്ഷയിൽ 7 മാസത്തിനിടെ 14,480 വിദേശ തൊഴിലാളികൾ പരാജയപ്പെട്ടതായി മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയ വക്താവ് സയ്യിദ് ആലു ഹമാദ് വെളിപ്പെടുത്തി. പരീക്ഷയിൽ പരാജയപ്പെട്ടതിനാൽ ഇവരുടെ വർക്ക് പെർമിറ്റുകളും ഇഖാമകളും പുതുക്കുന്നത് വിലക്കി. 7 മാസത്തിനിടെ ആകെ 83,337 വിദേശ തൊഴിലാളികളാണ് യോഗ്യതാ ടെസ്റ്റിന് ഹാജരായത്. 90.56% പേർ ടെസ്റ്റിൽ വിജയിച്ചു. സൗദി അറേബ്യയിൽ ബിനാമി വിരുദ്ധ ദേശീയ പദ്ധതി വാണിജ്യ സ്ഥാപനങ്ങൾക്ക് 10 മാനദണ്ഡങ്ങൾ പുറത്തിറക്കി.
ബിനാമി സ്ഥാപനങ്ങൾക്ക് പദവി ശരിയാക്കാനുള്ള സമയപരിധി ഈ മാസം പകുതിയോടെ അവസാനിക്കാനിരിക്കവെയാണ് അധികൃതർ വ്യവസ്ഥകൾ പുറത്തിറക്കിയത്. വാണിജ്യരംഗത്തെ ബിനാമി ഇടപാടുകൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശം. സ്ഥാപനത്തിന് കാലാവധിയുള്ള വാണിജ്യ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക, സ്ഥാപന നടത്തിപ്പിന് ആവശ്യമായ എല്ലാ ഡാറ്റയും ലൈസൻസുകളും കാലാവധിയുള്ളതായിരിക്കുക, സ്ഥാപനത്തിന് ബാങ്ക് അക്കൗണ്ട് തുറക്കുക, വാണിജ്യ ഇടപാടുകളിൽ വ്യക്തിഗത അക്കൗണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുക, പ്രവർത്തന ലൈസൻസ് പുതുക്കിയെന്ന് ഉറപ്പാക്കുക എന്നിങ്ങനെയാണ് മാനദണ്ഡങ്ങൾ. ദുബായ് എക്സ്പോയിൽ കേരള പവിലിയന്റെ ഉദ്ഘാടനത്തിന് UAE ക്യാബിനറ്റ് മന്ത്രിയും എക്സ്പോ കമ്മീഷണർ ജനറലുമായ ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ മുഖ്യാതിഥിയാകും. അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. ഷെയ്ഖ് നഹ്യാനൊപ്പം മകനും UAE വിദേശകാര്യ സഹമന്ത്രിയുമായ ഷെയ്ഖ് ഷെഖ്ബൂത്ത് ബിൻ നഹ്യാൻ അൽ നഹ്യാനും ചേർന്നാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. UAEയുടെ വികസനത്തിൽ മലയാളികൾ വഹിച്ച പങ്കിനെ ഷെയ്ഖ് നഹ്യാൻ പ്രകീർത്തിച്ചു. ഉന്നത ഭൗതിക നിലവാരമുള്ള മലയാളികൾക്ക് UAEക്ക് എന്നും മുതൽക്കൂട്ടാണെന്നും പരസ്പര സഹകരണത്താൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ മികച്ച ഫലമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.